3 മാസം വരെയും വെളിയിൽ വെച്ചിരുന്നാലും കേടാകാത്ത ക്രിപ്സിയായ ഹെൽത്തിയും ടേസ്റ്റിയായ അവൽ വിളയിച്ചത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാവർക്കും നമസ്കാരം. അമ്മ മനസ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് അവൽ വിളയിച്ചെടുക്കാം. അതിനായി ചെമ്പ അവൽ, ഇത് 400 ഗ്രാം അവലാണ് ഇവിടെ എടുത്തു വെച്ചു. ഇതൊന്ന് വറുത്തെടുക്കണം. 1/2 കിലോ ശർക്കര, ഒരു വലിയ തേങ്ങ, നെയ്യ്, ഏലക്ക, ജീരകം ഇതൊക്കെ ആവശ്യമുണ്ട്. ആദ്യം ഈ ശർക്കരയൊന്ന് വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചെടുക്കാം. ശർക്കര 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഇത് ഉരുകട്ടെ. ശർക്കര ഉരുകി ഇതിൻ്റെ ഈ മുകളിൽ അടിഞ്ഞുകൂടി പതയെല്ലാം കോരിക്കളയണം. അതിന് ശേഷം അരിച്ചെടുക്കണം. തണുത്തതിന് ശേഷം ഇത് അരിച്ചെടുക്കാം. തണുക്കട്ടെ. ശർക്കരയ്ക്കകത്തെ അഴുക്കെല്ലാം ഇതെല്ലാം കോരിക്കളയണം. കണ്ടോ? അതിന് ശേഷം അരിച്ചെടുക്കാം. ശർക്കര അരിച്ചെടുക്കാം. കുറച്ച് മണലുണ്ട്. ഈ ശർക്കര ഇനിയൊന്ന് പറ്റിച്ചെടുക്കണം. തിളച്ചൊന്ന് വറ്റി വരട്ടെ. ചെറിയൊരൊട്ടൽ പോലെ ആയി വരണം. തിളച്ച് വറ്റട്ടെ. ശർക്കര ഉരുകി പാനിയായി. ഇനി ഇത് വാങ്ങി അവലൊന്ന് വറുത്തെടുക്കാം. അവൽ 5 മിനിറ്റ് ചൂടാക്കിയെടുത്തു. ഇനി ഓഫാക്കിയേക്കാം. ഒരു തേങ്ങ ചിരണ്ടിയെടുത്തു. ഇതിൻ്റെ ജലാംശം ഒന്ന് വറ്റിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ ജലാംശം ഒന്ന് വറ്റിയാൽ മതി. തേങ്ങാപ്പാലൊക്കെ പറ്റി ഡ്രൈ ആയി. ഇത്ര മതി. ഇനി സ്റ്റൗ ഓഫാക്കാം. ഇതിലേക്ക് ശർക്കര പാനി ഒഴിക്കാം. തേങ്ങ അങ്ങ് നീക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. തേങ്ങ ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് നന്നായിട്ട് വറ്റി. കണ്ടോ? ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. കുറച്ച് നെയ്യിടാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് തേങ്ങയും നെയ്യൊക്കെ ചേർന്ന് നന്നായിട്ട് യോജിച്ചു. ഇനി ഇതിലേക്ക് അവലിടാം. ഇങ്ങനെ തയ്യാറാക്കുന്ന അവൽ 3 മാസമായാലും കേടാകാതെ നല്ല ഫ്രഷായിട്ടിരിക്കും. സോഫ്റ്റായിട്ട് അവൽ വിളയിച്ചുണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ശർക്കര പാനിയാകണ്ട. അത് 2-3 ദിവസം കഴിഞ്ഞാൽ കനച്ചു പോകും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ 3 മാസമായാലും കുഴപ്പമില്ലാതെ നല്ല ക്രിപ്സി ആയിട്ടുള്ള അവൽ വിളയിച്ചത്
കിട്ടും. ഇനി അവലിട്ട് യോജിപ്പിക്കാം. ഇനി അവലിടാം. കുറേശ്ശെ ഇട്ട് യോജിപ്പിച്ചെടുക്കാം. ഇളക്കിയെടുക്കാം. അവൽ മുഴുവൻ ഞാനിട്ട് ഇതിനെയും ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അവൽ ഇളക്കിയെടുത്തു. ഇനി ഇതിലേക്ക് ഏലക്ക, ജീരകം പൊടിച്ച് ചേർക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് നെയ്യിൽ വറുത്ത് ചേർക്കണം. ഞാൻ തേങ്ങയാണ് വറുത്തിടാൻ പോകുന്നത്. തേങ്ങയും എള്ളും ഏലക്ക പൊടിച്ചതും ചേർക്കണം. അപ്പോൾ അതെല്ലാം ചെയ്ത് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി തേങ്ങ വറുത്തിടാം. ഏലക്കായും ജീരകം കൂടെ പൊടിച്ച് ചേർക്കാം. ഇത് പഞ്ചസാര ചേർത്ത് മിക്സിക്കകത്ത് പൊടിച്ചത്, അല്ലെ ഏലക്ക പൊടിയില ഉണ്ട്. അത് 1 ടീസ്പൂൺ ചേർത്തു. ഇനി തേങ്ങ വറുത്തെല്ലാം ചേർക്കാം. നെയ്ക്കകത്ത് തേങ്ങ വറുത്തിടാം. തേങ്ങ മൂത്തു. ഇതിലേക്ക് കുറച്ച് എള്ളും കൂടി ഇടാം. ഇതെല്ലാം കൂടെ അവൽ വിളയിച്ചതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് യോജിപ്പിക്കാം. മതി. അവലിലേക്ക് തേങ്ങ മൂപ്പിച്ചത് ഇടാം. മൊത്തം അങ്ങ് ഒഴിച്ച് ഇളക്കിയെടുക്കാം. ആ നെയ്യും എല്ലാം കൂടെ അങ്ങ് യോജിപ്പിച്ച് ഇളക്കിയെടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കശുവണ്ടി, തേങ്ങ വറുത്തെല്ലാം ഇട്ട് യോജിപ്പിച്ചെടുക്കാം. കശുവണ്ടി, പൊട്ടുകടല ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ചേർക്കാം. ഞാനിവിടെ തേങ്ങയും എള്ളും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം യോജിപ്പിച്ച് ഇളക്കിയെടുക്കാം. വളരെ സ്വാദിഷ്ടമായ അവൽ വിളയിച്ച് ഇവിടെ റെഡിയായി. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ.